ഹലോ നമസ്കാരം, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് ചിക്കൻ പെരട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന ചിക്കൻ എന്ന് പറഞ്ഞാൽ ഒരു 750 ഗ്രാം കാണുമേ. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അതിനകത്തേക്ക് നമ്മൾ അല്പം മുളക് പൊടി ചേർക്കുവേ. ഒരു നാരങ്ങയുടെ പകുതി ഇതിനകത്ത് പിഴിഞ്ഞ് ചേർക്കുക. മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും ചേർത്ത് നമ്മൾ മാറിനേറ്റ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് നമ്മൾ വെച്ചിരിക്കുകയെ. സ്റ്റൗ കത്തിച്ച് ഒരു കടായി വെച്ച് ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാവേ. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് വഴറ്റണം. എന്നാൽ ശരിക്കും ഫ്രൈ ആയതിനു ശേഷം നമ്മൾ ഒരു 2 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ചേർക്കാം. ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ ഒരു 3/4 ഭാഗം വഴണ്ടാൽ മതിയേ. അതിന് ശേഷം നമുക്ക് ചിക്കൻ ചേർക്കണം. ഉള്ളിയൊക്കെ 3/4 ഭാഗം വഴണ്ടിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഒരു തക്കാളി 4ആയിട്ട് കീറി അരിഞ്ഞത് ചേർക്കുക. അതും ശരിക്ക് വഴണം. ഒന്ന് അടച്ചു വെച്ച് വേണം വഴറ്റാൻ. അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് വേവിക്കാവേ. അതിന് ശേഷം മസാലകൾ ചേർക്കാം. ടൊമാറ്റോ ഒക്കെ വഴണ്ടു. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാലകൾ ചേർക്കാവേ. ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൗഡർ, 1/2 ടീസ്പൂൺ പെരിഞ്ജീരക പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ചേർക്കാവേ. ചേർത്ത മസാലയൊക്കെ റോസ്റ്റായി. ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാവേ. ചിക്കൻ ചേർത്തു. അതിന് ശേഷം മസാലയൊക്കെ ശരിക്കും ചിക്കനിൽ യോജിപ്പിച്ചു. നമ്മൾ നേരത്തെ മാറിനേറ്റ് ചെയ്തപ്പോൾ അല്പം ഉപ്പ് ചേർത്തിരുന്നതാണ്. നമ്മൾ അല്പം ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേണേ, ഫയർ ലോ ഫ്ലെയിമിലാക്കി വേണം വേവിക്കാനേ. ചിക്കൻ അടച്ചു വെച്ച് കുറച്ച് നേരം വേവിച്ചു. അതിന് വെള്ളം നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നില്ലേ. ചിക്കനിലുള്ള വെള്ളം മാത്രം കൊണ്ടാണ് ഇത് വേകുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളമൊന്നും ഇതിൻ്റെ അകത്ത് ആവശ്യമില്ലാതെ ഒഴിക്കണ്ട. അടപ്പ് തുറന്ന് നോക്കാവേ. കണ്ടോ, ചിക്കനകത്തെ വെള്ളമാണ് ഇറങ്ങിയേക്കുന്നത്. നമ്മളല്ലാതെ അഡീഷണൽ വെള്ളമൊന്നും നമ്മൾ ചേർത്തിട്ടില്ലേ. എന്താ നല്ല ആയിട്ടുണ്ട്. വരട്ടി എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ മീറ്റയിലൊക്കെ നല്ല ഉണക്ക് മസാലയൊക്കെ പിടിച്ച് റെഡിയായിട്ടുണ്ട്. നമുക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാവേ. ഉപ്പൊക്കെ നോക്കി കറക്റ്റാണ്. മസാലയെല്ലാം നല്ലോണമൊക്കെ റോസ്റ്റായിട്ട് ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് സ്പ്രെഡ് ചെയ്യാം.
ഫൈനലായിട്ട് നമ്മൾ ഒരു സവാള സ്ലൈസ് ഇതിൻ്റെ അകത്തോടെ ചേർക്കുവാണ്. നമ്മൾ ചേർക്കുന്നത് ഒരു പ്രത്യേക നമ്മൾ ഇത് കഴിക്കുന്ന ഉടനെ ഒരു ചെറിയ ബൈറ്റിന് വേണ്ടിയാണ്. നമ്മൾ ഫ്രൈ ചെയ്തതിൻ്റെ കൂടെയൊക്കെ സവാള കഴിക്കില്ലേ, അതുപോലൊരു നമുക്കൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. എല്ലാം സെറ്റായിട്ടുണ്ട്. നമ്മൾ ചേർത്ത മസാലകൾ എല്ലാം ഉപ്പ് എല്ലാം കറക്റ്റായിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് കുറച്ച് സവാളയും കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് വിളമ്പി കഴിക്കാവുന്നതാണ്. ഇത് നമ്മുടെ റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ്. നമ്മുടെ ചോറിൻ്റെ കൂടെ, ചോറും ഡാൽ കറി ഉണ്ടെങ്കിൽ നല്ല കോമ്പിനേഷനാണ്. ഇതിൻ്റെ കൂടെ പൊന്നിയേരിയുടെ ചോറും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. സന്തോഷത്തോടെ ഇരിക്കുക, പ്രോത്സാഹിപ്പിക്കുക. അടുത്ത വീഡിയോ കാണാമേ.